പഠിക്കാൻ ശരിക്കും എങ്ങനെയാ നിങ്ങൾ സ്കൂളിൽ? അടുത്ത ചോദ്യത്തിൽ നമുക്ക് കഴിവുണ്ട്. എവിന്റെ ഗേൾ ഫ്രണ്ട് കൊടുത്ത് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ്. നമ്മളിന്ന് പൊളിക്കും. ചേട്ടനെ എനിക്ക് ഇഷ്ടമാന്ന് പറയും. അത് കൂടുതലും ഞാൻ എടുത്തു നോക്കത്തില്ല, എന്റെ കൂട്ടുകാരന്മാർക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ആണോ? വിഷമമുണ്ടോ എന്റെ? അടി ഉണ്ടാക്കാൻ തോരന്നില്ല. നീ വാടാ, ഞാൻ ഇത് ആ ചട്ടിയൊക്കെ വലിച്ചെറിയും. അപ്പനിപ്പോ ഓടി വരിക. നീ വാ, നീ വാ. ഈ പ്രായത്തിൽ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ സ്പ്രേ ഒക്കെ അടിക്കുന്നതിന്. നീ എന്തിനാണ് ഇത്ര സ്പ്രേ അടിക്കുന്നത്? ഇവനാണ് ബുദ്ധിയുള്ളത്. സത്യസന്ധമായിട്ട് പറഞ്ഞ ഇവന് നല്ല ബുദ്ധിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവന് ഉപയോഗിക്കത്തില്ല. ബുദ്ധിയില്ലെന്നങ്ങ് പറഞ്ഞുകൂടാണ്. ഇവ ചോക്ലേറ്റ് ഒന്നല്ല, എല്ലാം മോട്ടിക്കും. പിന്നെ ഒരിക്കൽ ഏതൊരു ബിസ്ക്കറ്റ് എന്നിട്ട് ഉറുമ്പ് അടിച്ച് ഇവിടെ ഉയർത്തിരിക്കുക. അതുണ്ട്. അത് ബൂസ്റ്റ് ഹോർലിക്സ് കട്ട് കഴിഞ്ഞു. പഞ്ചസാര ആയിരുന്നു പണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ പഞ്ചസാര കഴിച്ചാൽ ക്യാൻസർ ഇതൊക്കെ കണ്ടപ്പോ പേടിയായി. ഷുഗർ കട്ടാണോ? ഷുഗർ കട്ടൊന്നും അല്ല. ഷുഗർ കട്ടില്ല, നമ്മൾ പഞ്ചാര കട്ട്. ഷുഗർ കട്ട് വായുവിൽ ഉറങ്ങി വരും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആദ്യം എവിനോട് ചോദിക്കാം. കെവിനിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താ? ഒന്നുമില്ലെന്ന് പറയല്ല, പാവലടാ. പറയാം. എപ്പോഴും താഴ്ത്തി കിട്ടുന്ന ഞാൻ പൊക്കി പറയാനൊരു അവസരം തരുക. തിരിച്ചിങ്ങോട്ടും വേണം. അതാ ഞാൻ ആലോചിക്കുന്നത്. ഒന്നും കിട്ടുന്നില്ല പോസിറ്റീവ് പറയാൻ. അല്ല, ഞാൻ പറയാം. ഇവനില് എന്താ, ഇവന് ഇപ്പൊ അത്യാവശ്യം നല്ല മടിയുണ്ട്. അല്ല, അത്യാവശ്യം അല്ല, ഞാൻ പറയാ. ഇവനാണ് ഞങ്ങളിപ്പോ സ്കിറ്റില് അല്ല, ഞങ്ങളല്ല നോർമലി കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഈ യൂട്യൂബിലും നേരം പറഞ്ഞു ഇൻസ്റ്റയിലും ഒക്കെ ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കണ്ടന്റ് ഇവനാ ഉണ്ടാക്കുന്ന. ഇൻസ്റ്റാ കണ്ടന്റ്സ്. അതെ, ഇവനാ ചെയ്യുന്ന. എന്തായാലും പിന്നെ ഒബ്സർവ് ചെയ്യും നന്നായിട്ട്. എന്നെ കണ്ട് ഞാൻ എന്ത് പറയൂടാ, ഇത്രയും കയറ്റി വെച്ചിട്ടാ. എന്തേലും പറഞ്ഞാ മതി. നല്ലത് ഉപകാരിയാ. ഭയങ്കര എക്സാമ്പിൾ എന്ന് പറഞ്ഞാ അവന്റെ പണി കളഞ്ഞിട്ടും ബാക്കിയുള്ളവരെ സഹായിച്ചോളൂ. ആ ഒരു രീതി അത്രയില്ല, എന്നാലും ആ ഒരു രീതി. വീട്ടിലെന്തായാലും പണിയുണ്ടോ ഇവനെ ഏൽപ്പിക്കുന്നത്, എന്നെ ഏൽപ്പിക്കത്തില്ല. വീട്ടിലത്തെ നല്ല ഉപകാരി. അതായത് ഒരു ഞാൻ മറ്റേ ബാക്കിയുള്ളവരെന്ത് പറയും, ബാക്കിയുള്ള അങ്ങനത്തെ ഒരു ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള രീതി. അല്ല, ഇപ്പൊ സഹായം നമുക്ക് വിഷമിപ്പിക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് മോശം പറയണം. നമുക്ക് എന്തായാലും നമ്മൾ ഇച്ചിരി സഹിച്ചാലും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാന്നുള്ളത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഉണ്ട്. അവൻ പറഞ്ഞില്ല അത്. അല്ല, ഇപ്പൊ എന്തേലും ഒരു സഹായം ചോദിച്ചാൽ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കും. അത് എനിക്കെന്തോ ചെയ്യാൻ പറ്റാത്തതിലൊരു വിഷമം. തിരിച്ചാണെങ്കിലോ, ഞാൻ കെവിനിൽ ഇഷ്ടം ഇല്ലാത്ത ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിലോ? ഞാൻ പറഞ്ഞില്ലേ, മടി ഒരു കാര്യം ചെയ്യത്തില്ല. നിർബന്ധിക്കണം. എത്ര ലാസ്റ്റ് അടിയാവും. പണ്ടൊക്കെ എപ്പോഴില്ല. പിന്നെ ഞാൻ ആലോചിച്ച് എന്തിനാ ഈ കാര്യം പറഞ്ഞ അടിയാവുന്നത്. പണ്ടൊക്കെ സ്ഥിരം ഈ കാര്യം പറഞ്ഞ അടി. സത്യ. അതായത് ഇപ്പൊ അമ്മ എന്തേലും ഒക്കെ ചെയ്യാൻ എന്തേലും ചെയ്യാൻ പറഞ്ഞ ചെയ്യൂല. മടി എന്ന് വെച്ചാ ഇല്ല, നീ ചെയ്തോന്ന് പറഞ്ഞ് എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്. അത് കാണാൻ പെട്ടെന്ന് ദേഷ്യം വന്നു. ഇവനും കൂടാൻ വേണ്ടിയിട്ടുള്ളതാ ഞാൻ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോ. ഞാൻ അവസരം തരുവാടാ, തിരിച്ചു പറയടാ. ഇവന്റെ ക്വാളിറ്റി ഇല്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യം, എനിക്ക് ഇവനിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറയാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന അതിന് വേണ്ടിട്ടായിരിക്കുമല്ലോ. അയ്യോ, വഴക്കുണ്ടാക്കുന്നതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇതുവരെ മനസ്സിൽ കുറെ നാളെ വഴക്കുണ്ടാക്കിട്ട്. ശരിയാ, വഴക്കുണ്ടാക്കിട്ട് കുറെ നാളെ ഇടിച്ചാലോ. ഉണ്ട്. അയ്യോ, എന്ത് ഇത്ര നേരം എന്റെ തലയിലുണ്ട്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് പോവാം. കട്ട് ചെയ്തൊരു സമയം പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇത് കേട്ടിട്ട് പോവാം. അയ്യോ, ടെൻഷൻ ആവാതെ. ഇവന് ഇതല്ല, എന്നാലും ഇത് ചെറിയൊരു കാര്യമാണ്. ഇവൻ നമ്മള് അനാവശ്യ സമയത്തായിരിക്കും വന്ന് ചൊറിയുന്നത്. നമ്മള് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കളിയുടെ ഒരു, അതായത് സന്തോഷമായിട്ടുള്ള മൂഡിലല്ല ഇവൻ വന്ന് കളിയാക്കുന്നത്. അത് വലിയ സംഭവമല്ല. ഇപ്പൊ ഒന്നും കിട്ടാത്തതുകൊണ്ട് പറഞ്ഞല്ലേ. അതിപ്പോ നമ്മളെ ഇപ്പൊ രണ്ട് ബ്രദേഴ്സ് ആയാലും ബ്രദറും സിസ്റ്ററും ആയാലും ഒക്കെ അങ്ങനെയല്ലേ. രണ്ട് സിസ്റ്റേഴ്സ് ആയാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഇവൻ എന്നെ ചൊറിയത്തില്ല. ഞാൻ എന്തേലും പണി ചെയ്യുമ്പോഴോ അപ്പോഴേ എന്നെ ഒന്ന് ചൊറിയത്തുള്ളൂ. നീ ചെയ്യത്തില്ല?
നീ ചെയ്യത്തില്ല? നമുക്ക് അടുത്ത ഓക്കെ, നമുക്ക് അടുത്ത പരിപാടി പോവാം. ഓക്കെ ഓക്കെ, അതെല്ലാം വിട്. അമ്മച്ചി അപ്പച്ചെന്നല്ലേ വിളിക്കുക? അമ്മച്ചി അപ്പച്ചൻ അങ്ങനെ വിളിക്കാം. അമ്മയപ്പനും. അമ്മയ്ക്ക് പക്ഷെ അമ്മച്ചിന്ന് വിളിക്കുന്നത് ഇഷ്ടം. ആണോ? ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഓക്കെ, അമ്മയപ്പനും. ഓക്കെ, അപ്പൊ അമ്മയപ്പനും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്ന എന്തിനാ ശരിക്കും? അമ്മ കൂടുതലും പഠിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാണ് കൂടുതലും മിക്കപ്പോഴും വഴക്കുണ്ടാക്കുക. അപ്പൻ എന്തിനാടാ? അപ്പൻ ഇവിടുത്തെ ചെടിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാലേ കേറി വന്നപ്പോ മനസ്സിലായി ഇവിടെ ആരോ ഒരാള് മറ്റേ ഹരിത കേരളം പരിപാടി പിടിക്കുന്നുണ്ട്. അത് നൈസാട്ടോ, എനിക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേശീയപ്പെടാൻ അങ്ങനല്ല, തമാശയായിട്ടുള്ള രീതിയിലാ അപ്പൻ. അപ്പൻ കമ്പനിയാ ഭയങ്കര. ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞ് ഇല്ല. പുറകിൽ നടക്കുന്ന അമ്മയാ. പഠിക്ക് അങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ട് നടക്കുന്നതല്ല. പഠിക്കാൻ ശരിക്കും എങ്ങനെയാ നിങ്ങൾ സ്കൂളിൽ? നമുക്ക് അടുത്ത ചോദ്യം. കുഴപ്പമില്ലാതെ പഠിക്കും. ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ഉള്ളതിന്റെ അതിന്റേതായ ചെറിയ. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ? നിങ്ങളുടെ ഷോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഫാൻസ് ആണോ? അവന്മാർ ഇതിനെ പറ്റി ഒന്നും പറയത്തില്ല. എനിക്ക് താല്പര്യം ഇത് കണ്ടിട്ടല്ല അവന്മാര് കമ്പനി കൂടാൻ. ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാറുമില്ല. എനിക്കതാ ഇഷ്ടം. ഇത് വെറുതെ ഈ ഒരു ഇത് വെച്ച് കൂട്ടുകൂടാൻ വന്നു കഴിഞ്ഞാൽ. അത് ശരിയാ. ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ പറഞ്ഞ ഉണ്ട്. അതിപ്പോ എന്തേലും ഒക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ പറഞ്ഞൊക്കെ തരും. അല്ല, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്കൂളിന് ഒരു അഭിമാനമാണല്ലോ അല്ലേ? അവരുടെ സ്കൂളിന് വേണ്ടി അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അല്ലടാ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇപ്പൊ അവരുടെ സ്കൂളിൽ നിന്ന് ഇപ്പോ നിങ്ങൾ രണ്ടൊരു ഇതുപോലെ ലൈംലൈറ്റിൽ നിൽക്കുന്നു, ഇത്രയും കഴിവുണ്ടെന്ന് നിങ്ങൾ പറയും കേട്ടോ. കഴിവില്ലാന്ന് നമ്മള് ഇതില് കഴിവാണ്. പിന്നെ കഴിവാണ്. എടാ ഉറപ്പിച്ച് പറഞ്ഞത് കഴിവാണ്. നമുക്ക് കഴിവുണ്ട്. ഓക്കെ, അപ്പോഴേ നമുക്ക് ഒരു ചെറിയ സെഗ്മെന്റ് ഞാൻ തരട്ടെ. ആ സെഗ്മെന്റ് മുന്നേ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്യാപ്പ് വന്നിട്ടുണ്ട്. ഇറങ്ങോ? ഓക്കെ, വെച്ചാലോ? ക്യാപ്പ് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് വൈബിലോട്ട് കയറാൻ പോകുന്നു. പക്ഷേ ഇത് ക്രിസ്മസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് അല്ല. ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 മിനിറ്റ് തരും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, നമുക്ക് പറ്റും. ഓക്കെ, ആദ്യം ആര് ചെയ്യും? ചേട്ടൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് വല്ലതും ഇട്ട് തന്നു കഴിഞ്ഞാൽ. എടാ, അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിക്കോ. നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് സംസാരിച്ചോ. അതിപ്പോ ഒന്നുമില്ലാത്തൊരു റോസ്റ്റ് ആയി പോകും. ശരിക്കുള്ള റോസ്റ്റ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റൂല. ഈ മുഖത്ത് റോസ്റ്റ് ചെയ്യാൻ തോന്നത്തില്ല. ഇവര് എങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്യും? എടാ ഈസി അല്ലേ നിങ്ങൾക്കത്? ഞാൻ ആലോചിക്കാൻ സമയം തരാം. ആലോചിച്ച് ചെയ്താൽ മതി. ആലോചിച്ച് ചെയ്താൽ മതി. റോസ്റ്റിങ് 1 മിനിറ്റ് മതി. നമുക്ക് സമയം കുറയ്ക്കാം. പറ്റുന്നില്ലടാ നിന്നെ കണ്ടിട്ട് എന്നാ ഒന്നും വേണ്ട. പോട്ടെ, തുടങ്ങട്ടെ. എവിനെ സ്റ്റാർട്ട് ചെയ്താൽ എന്തോ പറയാൻ ലാസ്റ്റ് കഴിവെന്ന് പറഞ്ഞൊരു സാധനം വെച്ചാൽ തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റുള്ളൂ. കുഴപ്പമില്ല. അതാ, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടോ? കണ്ടോ, തീർന്ന്. ഇവനെ ഒറ്റയടിക്ക് നിർത്തുന്നുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ടാട്ടുന്ന എന്തേലും പരിപാടി. ഇവന് എന്നെ കുറ്റം പറയാനാണ്. എടാ, നീ എന്നെ മടിയനാടാ. നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രാ. വെറുതെ ഞങ്ങൾ തമ്മിൽ ഉടക്കിപ്പിക്കുവല്ലേ. കുഴപ്പമില്ല, നമുക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് വേണം. പിന്നെ ഇതിനെയും പ്രമോ പോകുമ്പോ ആദ്യമേ ഇടാനല്ലേ. നമുക്ക് നോക്കാം ഇത് ഫുള്ള് ഏതാണ് ആദ്യം ഇടേണ്ടത് നമുക്ക് നോക്കാം. എടാ, ഇവനെ കാണുമ്പോ ഒന്നും പറയാൻ തോന്നുന്നില്ല. എന്തുവാണ് നിന്റെ മറ്റേ ഈ മുഖം മാറ്റിയിട്ടേ മറ്റേ വയലന്റ് പിടിക്ക്. ടെറർ പിടിക്ക്. നീ ഇപ്പൊ ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരിക്കുന്നത്. അത് വേണ്ട നമുക്ക്. എനിക്ക് ടെറർ മോഡ് ഇല്ല ചേട്ടാ. ഇല്ല എനിക്ക് അങ്ങനെ വഴക്കൊക്കെ കൂടും. പക്ഷെ അതിന് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. നോർമലി വഴക്ക് കൂടുമ്പോ ഒരു എക്സ്പ്രഷൻ ഇല്ല. എല്ലാരും അങ്ങനെ ആയിരിക്കും. സിനിമ കാണുന്ന പോലെ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ശരിക്കും. എന്തോ വലുത് വന്നിട്ടിരിക്കുകയാണ്. അത് വെളിയിലുള്ളവരോട്, വീട്ടിലുള്ളവരോട് നമ്മള് ജസ്റ്റ് വാ കൊണ്ട് ഇങ്ങനെ മാത്രമേ പറയാം. ഞാൻ കണ്ണുകാരന്മാര് കളിയാക്കലും ദേഷ്യപ്പെടത്തില്ല. ചിരിച്ചു നിൽക്കുക. അതാകുമ്പോ ആ വഴി അങ്ങ് പോകും. ഇല്ല ഇങ്ങനെ തിരിച്ചു വരും. എന്തിനാ കൂട്ടുകാരെ കളിയാക്കുന്നത്? ചുമ്മാ ഇവനെ വെച്ച് കമ്പയർ ചെയ്ത് തന്നെ കളിയാക്കും. അല്ലെന്നേ, ഈ വഴിയിലൊക്കെ നടന്നു പോകുമ്പോ ഏതായാലും ആൾ എന്നെ ആദ്യമേ കാണും. എന്നെ കാണുമ്പോഴാ ഇവർക്ക് മനസ്സിലാവുന്ന. അങ്ങനല്ല, എന്നെ കാണും, പുറകെ ഇവൻ വരും. അപ്പോഴേ ഇവർക്ക് മനസ്സിലാവുന്നു ഇന്ന പരിപാടിയില്ല. അപ്പൊ ഇവര് നേരെ ഇവന്റെ അടുത്ത് അങ്ങ് സംസാരിക്കും. ഞാൻ അങ്ങ് പോകും. അപ്പൊ അവന്മാര് പറയുന്ന, എടാ നിന്നെ മനസ്സിലാകത്തില്ലടാ, നീ ഒരു കാര്യം ചെയ്യ്. എവിന്റെ പറയുന്നത് ഞാൻ ഒറിജിനൽ, ഇവൻ ഫസ്റ്റ് കോപ്പി. എവിന്റെ ചേട്ടനാണ് നീയൊക്കെ ഒട്ടിച്ച് ചെയ്യും, അപ്പോഴേ ആൾക്കാർ തിരിച്ചറിയത്തുള്ളൂ. അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ എന്നെ കളിയാക്കുന്ന ഇല്ല. ഇപ്പൊ തിരിച്ച് കൊറേ കളിയാക്കുന്ന. അപ്പൊ തിരിച്ചിങ്ങോട്ട് കിട്ടണ്ടേ. ഞാൻ അങ്ങനെ ആ ഒരു
ടെറർ മൂടുള്ളതല്ല. മൂടില്ല. ഓക്കെ, സ്വീറ്റ് ആണ് മൊത്തത്തില്. അപ്പൊ നമുക്ക് ആ സെഗ്മെന്റ് നടക്കൂലെന്നാണ് പറയുന്നത്. അത് എങ്ങനെ ചെയ്യുന്ന ആലോചിക്കുന്നത്. അത് പിന്നീട് ബോഡി ഷേമിലോട്ടൊക്കെ പോകും. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ടോപ്പിക് എടുക്കാം. ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഒരാള് അതിനെ സപ്പോർട്ട് ചെയ്തും ഇല്ലാതെയും സംസാരിക്കണം. സപ്പോർട്ട് ചെയ്തും സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കണം. ഓക്കെ, ഇപ്പൊ സാൻഡേ നിങ്ങൾ കാണുക. ഓക്കെ, നിങ്ങൾ സാൻഡേ കാണുക. ആർക്കെങ്കിലും ഒരാൾക്ക് പുള്ളിക്കാരൻ ഗിഫ്റ്റ് തരത്തുള്ളൂ. അപ്പൊ നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് പൊക്കി പറയണം, ഞാനാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ഡിസേർവ് ചെയ്യുന്നത്, ഇന്ന റീസൺ, നിനക്ക് വല്ല കഴിവുണ്ടോ എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി തുടങ്ങിക്കോ. സാൻഡയ്ക്ക് ഇപ്പൊ അത്ര ബുദ്ധി ഇല്ലെന്ന് വിചാരിക്കും. നീ വാ, എന്ത് വാ. അപ്പൊ തുടങ്ങട്ടെ, പോരെടുക്ക്. അതാ വാ, എനിക്ക് അടി ഉണ്ടാക്കാൻ തോരന്നിക്ക. നീ വാടാ, ഞാൻ ആ ചട്ടിയൊക്കെ വലിച്ചെറിയും. അപ്പനിപ്പോ ഓടി വരിക. നീ വാ നീ തുടങ്ങ്. ഇടിയല്ല സാൻഡേ വാക്ക് വെച്ച് എനിക്ക് തുടങ്ങും. എന്റെ അടുത്തല്ല. നിങ്ങൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ച് ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട്, നമ്മൾ തരും ഗിഫ്റ്റ്. അല്ല സീരിയസ്ലി, ഞാൻ ചുമ്മാ ഇരുന്നില്ല, ഞാൻ ഗിഫ്റ്റ് ഡയറി മിൽക്ക് 5 സ്റ്റാർ. സീരിയസ്ലി ഞാൻ ഗിഫ്റ്റ് തരും. ഞാനല്ല, മനുഷ്യൻ തരും. ഞങ്ങളിൽ ആരാ അർഹൻ ശരിക്കും? എഴുതി എനിക്കുള്ള ടാസ്ക് ആണ്. അല്ല, അപ്പൊ പറയുമ്പോ ഇങ്ങനെ മുഖത്ത് നോക്കി കുസ്തി ഉണ്ടാക്കുന്നതിനെക്കാളും ഒരു മാറ്റി നിർത്തി കുറ്റം പറയുന്നത് ഏറ്റവും കൂടെ നല്ലത്. പറ, ഞങ്ങള് രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഡിസർവിങ് ആരാ? നിങ്ങൾ രണ്ടുപേരും മുഖത്ത് നോക്കിട്ട് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തോന്നലടാ. അതെന്നാ അല്ല, നിങ്ങക്ക് തോന്നുന്നുണ്ടോ സീരിയസ്ലി? അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ചുകൂടെ ക്യൂട്ട്നെസ് പിടിക്കട്ടെ. എടാ, നിങ്ങൾ രണ്ടുപേരും ക്യൂട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പരിപാടി മാറ്റി വെക്കാം. നമുക്ക് റോസ്റ്റിംഗ് പരിപാടി മാറ്റി വെക്കാം. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് പോവാം. ആദ്യത്തെ സെഗ്മെന്റ് പാളി ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഗ്മെന്റ് അടിപൊളിയാക്കാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 സ്ലേറ്റ് തരും, ഒരു ബോർഡ് ഓക്കെ തരും, മാർക്കർ അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ 2 വീടും ഞാൻ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റിന്റെ ആൻസർ അതിൽ നിങ്ങൾ രണ്ടുപേരും എഴുതണം. കാണിക്കാൻ പാടില്ല. ഞാൻ പറയുമ്പോഴേ കാണിക്കാവൂ. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ, വലിയ മറ്റേ സംഭവമൊന്നും അല്ല. ഇതിൽ നിങ്ങളെ രണ്ടുപേരും പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇമാജിനറി സിനാരിയോ ഒക്കെ ആയിരിക്കാം ചിലപ്പോ. ഓക്കെ, ചിലപ്പോ ഫാന്റസി ഒക്കെ കയറി വരും. ഓക്കെ, അപ്പൊ ഡീലല്ലേ? ഓക്കെ, കാണിക്കല്ലേ അങ്ങോട്ട്? ഇല്ല. ഓക്കെ, സെറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, എവിൻ ഒരു സൂപ്പർ ഹീറോ ആയാൽ അത് ആരായിരിക്കും? രണ്ടുപേരും എഴുതണം കേട്ടോ. ഞാൻ അവന്റെ എവിന്റെ കേസാ. എവിൻ ഒരു സൂപ്പർ ഹീറോ ആയാൽ അത് ആരായിരിക്കും? അല്ല, ഞാൻ ആരാ? ഞാൻ ആരാ? ഓക്കെ, എഴുതിയോ? കാണിച്ചേ നോട്ടെ. അല്ല, ഇത് എനിക്കാവാനല്ല, എനിക്ക് ഇഷ്ടമുള്ള സൂപ്പർ ഹീറോന്റെ പേര് എഴുതി. ഓക്കെ, കുഴപ്പമില്ല. സ്പൈഡർമാനോ? ഞാനും അത് തന്നെ. അയ്യോ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഒട്ടൊരുമൈ ഉണ്ട്. അല്ല, അത് ഇത്ര നാള് വർഷങ്ങളോളം അറിയാലോ. സ്പൈഡർമാന്റെ വൻ ഫാനാണ്, അതുകൊണ്ട്. അതെ, മാർവൽ ഫാനാ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ 1-2 എന്നിട്ട് ഡിക്റ്റേഷൻ പോലെ. ഈ കൂടുതൽ പഠിപ്പിച്ചാരാ ശരിക്കും? ഇവനാണ് ബുദ്ധിയുള്ളത്. സത്യസന്ധമായിട്ട് പറഞ്ഞ ഇവന് നല്ല ബുദ്ധിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവന് ഉപയോഗിക്കത്തില്ല, അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞുകൂടാ. ഞാൻ പേടിച്ചിരുന്ന് പഠിക്കും. ഇവനെക്കാളും പേടിയെന്ന് വെച്ചാൽ സീസൺ പോലെ. സീസൺ പോലെ. ചില ഓണത്തിന് ഇവനാണെങ്കിൽ ക്രിസ്മസിന് എനിക്കായിരിക്കും. നമ്മളാ അല്ല, അങ്ങനൊന്നുമില്ല. ഇല്ല, അല്ല, ഒരു റേഷ്യോ വെച്ച് കൂടുതൽ എനിക്കാന്ന് തോന്നുന്നു. ആണ്. ഞാൻ പഠിച്ചിട്ടാ എഴുതുന്നത്. ഇവ സ്വന്തം ബുദ്ധി വെച്ചാ ഓരോന്ന് എഴുതി വെക്കുന്നത്. ശരിക്കും നമുക്ക് അതല്ലേ വേണ്ടേ? നമ്മൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണോ? അപ്പൊ പിന്നെ ഇവിടെ കുറച്ച് യൂസ് ചെയ്തല്ലേ എഴുതുക. അതാണ്. ഓക്കെ, ശരി. അടുത്തത്, കെവിൻ റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ളത് ആരുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണ്? കെവിൻ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് ആരുടെ റീൽസ് ആണ്? അയ്യോ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കും. ഞാനല്ലേ? കെവിന്റെ ക്രഷിന്റെ ഒക്കെ ആയിരിക്കത്തില്ലേ? പിന്നോ ഉണ്ടോ നിനക്ക്? അങ്ങനൊക്കെ ഉണ്ടായിക്കൂടെ? അതെന്താ എനിക്ക് ആയിക്കൂടെ? ഇപ്പൊ ഫീഡി വന്ന് കിടക്കുന്ന ഫീഡിൽ ഇപ്പൊ വരുന്നതാ. അല്ല, നമ്മുടെ മനസ്സിലുള്ളതാണല്ലോ ഫീഡിൽ വരിക, അല്ലേ? അല്ലല്ല, ഒരെണ്ണം വരും, പിന്നെ ഇൻട്രസ്റ്റ് വന്ന് അതെന്നെ പറഞ്ഞേ. ഞാൻ അതിനു വേണ്ടി കാണുന്നതല്ല. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ആൻസർ കാണട്ടെ. നിക്ക് ഞാൻ എഴുതി. അവൻ എടുത്ത് കാണുന്ന വീഡിയോ ഞാൻ താഴെ എഴുതിയതാ. ഓക്കെ, ശരി. താഴെ എഴുതിയ
ചില ഓഡിയോ ഡബ് ചെയ്ത വീഡിയോസ് ഓക്കെ കാണാം. ഓക്കെ ഓക്കെ നല്ല രസമാണ് കാണാൻ. എടാ താനെടാ സായിപ്പോ അത് ഫീൽഡിൽ വന്ന് കിടക്കുന്ന മൊത്തം അതാ. ആണോ? അത് എനിക്ക് കൂടെ ഈ നാറി അയച്ചു തരും. ആ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അല്ല ഞാൻ എടുത്തു കാണുന്നില്ല ആഷിറിന്റെ വീഡിയോ ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ ഞാൻ എടുത്തു കാണും. പണ്ടത്തേത് ആണല്ലേ? നല്ല രസാ പണ്ടത്തേത് കാണാം. ഓക്കെ ഇപ്പോഴത്തെ ഇതൊന്നല്ല ഇപ്പോഴത്തേനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടം പണ്ടത്തേത് കാണാനാണ്. ആദ്യത്തെ അങ്ങനത്തെ. ശരി 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 ഓക്കെ ഡീൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോംവർക്ക് ചെയ്യാതെ ഇരുന്ന സമയം എവിൻ ക്ലാസ്സിൽ പറയുന്ന കള്ളത്തരം എന്ത്? ആലോചിക്കേണ്ടി പോലും മന്ത്രി അതേ കെവിൻ എഴുതി തുടങ്ങി എസ് ഒക്കെ. കള്ളത്തരം പറയാൻ ഭയങ്കര അടിപൊളിയാണല്ലേ? ലോജിക്കൊക്കെ നോക്കിയിട്ടാ കള്ളത്തരം പറയുന്നത്. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഏത് സ്ഥലത്തുനിന്ന് വിചാരിക്കും ഇത് നേരത്തെ പ്ലാൻ ചെയ്യുമല്ല. ഓ ഓക്കെ എഴുതിയോ? എഴുതി. ഓക്കെ നോട്ടെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹോംവർക്ക് ഉണ്ടായിരുന്നോ? സോറി ടീച്ചറേനോ? ഇത് കള്ളമല്ലടാ. അല്ല ഞാൻ മറന്നുപോയി. മറന്നുപോയെന്ന് പറയത്തില്ല. ഈ ടീച്ചർ ഇതുണ്ടായിരുന്നോ? ഏതേലും ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്കും. 4-5 ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഏതേലും ഒന്ന് ചെയ്യും. ഈ ടീച്ചറെ ഒന്നല്ലേ തന്നുള്ളൂ. മറ്റേ ഞാൻ എന്തോ അങ്ങോട്ട് ബാധിക്കും. ആ അയ്യോ സോറി ടീച്ചറെ ഞാൻ പരിപാടി ഉണ്ടെന്ന് എഴുതി. ഓക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. സോറി എനിക്ക് പറ്റില്ല. ഇവ അങ്ങനെ പിന്നെ പിന്നെ അത് എടാ വരാത്തപ്പോ ചോദിക്കത്തില്ലല്ലോ നീ എന്തോ എഴുതി വെച്ചേക്കും. അല്ല ഏട്ടാ ഇങ്ങനെ എന്നോട് പറയുന്ന കള്ളത്തിലാന്ന് തോന്നുന്നല്ലേ? വിശ്വസിക്കല്ലോ ഇവനെ. ഓക്കെ അടുത്തത്, നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും താമസിച്ച് ഉറക്കം എഴുന്നേൽക്കുന്നത് ആര്? എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് കെവിനായിരിക്കും. ഇത്രയും നേരം കേട്ട രീതിക്ക്. നോക്കട്ടെ എഴുതിയോ? നോക്കട്ടെ. ഓക്കെ ഞാൻ ഒട്ടൊരുമൈ വീണ്ടും പാടാണ് രാവിലെ എഴുന്നേക്കാൻ. അതെ ഞാൻ എന്നെ തൊട്ട് വിളിച്ചാൽ പോലും ഞാൻ ചാടി എഴുന്നേക്കും. അതിപ്പോ നാളെ എന്തേലും പരിപാടിയോ എന്തേലും കാര്യങ്ങളോ തലയെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതുണ്ടെന്ന് പറഞ്ഞ് കിടക്കും. നിങ്ങൾ താഴെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ഇവര് വരാൻ സമയം. ഞാൻ ഭയങ്കര ലേറ്റാ എല്ലാ കാര്യത്തിലും. സ്വന്തമായിട്ട് അംഗീകരിച്ചല്ലോ ലേറ്റാ. പക്ഷെ എല്ലാം പെട്ടെന്ന് ചെയ്തോളൂ ഞാൻ. അതും കൂടെ പറ. കറക്റ്റ് സമയത്ത് ചെയ്തോളൂ ലേറ്റ് ആണേലും. ഇതിന്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാവാറായിരിക്കും മിക്കവാറും. പണ്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ മാറ്റി അക്സെപ്റ്റ് ചെയ്ത് ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ പോകത്തുള്ളൂ. അതൊന്ന് മാറ്റിക്കൂടെ നമുക്ക്? ലാസ്റ്റ് പാത്രം എല്ലാം കഴുകിയിട്ട് ഇറങ്ങുന്ന ഞാനാ ഇവിടുന്ന്. യാത്രക്ക് ലേറ്റാ. പണി ഉണ്ടോ? അതുകൊണ്ടാ. എന്ത് അങ്ങനല്ല, ഞാൻ ആസ്വദിച്ചൊക്കെയാ കഴിക്കുന്നത്. ഞാൻ ഭയങ്കര മെല്ലെ കഴിച്ച് മെല്ലെ കഴുകി. ഓക്കെ ശരി. അടുത്തത്, ഷൂട്ടിംഗ് ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തിട്ടുള്ളത് ആര്? ആണോടാ? സീരിയസ്ലി? പെട്ടെന്ന് പതറും. ഓ ടെൻഷൻ പോടാ. അങ്ങനൊന്നുമില്ല. ഞങ്ങള് രണ്ടുപേരിൽ വെച്ച് ഏറ്റവും കൂടുതൽ റീടേക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ല. അവിടെ റീടേക്ക് തെറ്റ് വന്നിട്ടുള്ള എനിക്കാ. പക്ഷെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നേ? ഇത് മഞ്ജു ആന്റിക്ക് പിടി കിട്ടും. എത്ര വർഷം നിന്നാ മഞ്ജു ആന്റിക്ക് പിടി കിട്ടും. ബമ്പർശ്ശേരിയെ പറ്റി സംസാരിച്ചോണ്ട് മഞ്ചേച്ചിയെ പറ്റി സംസാരിച്ചോണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ തമ്മിലുള്ള വൈബ് എങ്ങനെയാ മൊത്തത്തില്? അതായത് ബമ്പർശ്ശേരി ഫ്ലോറ്, മഞ്ചേച്ചി, കാർത്തിക്, ലൈക് ബാക്കി എല്ലാരും ഫാമിലി വൈബ്. അതായത് ആ ഒരു എന്തുവാ, ഞാൻ ഒരെണ്ണത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഇവരെന്നെ കളിയാക്കി വിട്ടത്. അവര് ജഡ്ജസിനെ പോലെ അല്ല. വേറെ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അവര് ജഡ്ജസിന്റെ ഇതിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവരങ്ങനല്ല. കളിയാക്കാനാണ് മുഖത്ത് നോക്കി കളിയാക്കും. എന്തിനാ വന്ന പൊക്കോ എന്ന് പറയും. അതുപോലെ നല്ലതാന്ന് പറയും. അവിടെ ഏറ്റവും കൂടുതൽ കമ്പനി ആരാ? ആ 3 പേരിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജസിൽ അത് മഞ്ജുവിന്റെ ആണോ? നിങ്ങൾ പേഴ്സണലി ഒക്കെ കോണ്ടാക്ട് ഉണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ ചിലത് ഉണ്ട്. ഒപ്പീനിയൻസ് ഒക്കെ ചോദിക്കും. ചേച്ചി ഞാൻ എങ്ങനെ എന്താ ചെയ്യേണ്ടത് അതൊക്കെ ചോദിക്കും. അപ്പൊ അവൈലബിൾ ആണ് അവിടെ. ഓക്കെ ശരി, അടിപൊളി. അടുത്തത്, കുറച്ചു നേരം മിണ്ടാതെ ഇരിക്കണമെങ്കിൽ എവിന് കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റം. കുറച്ചു നേരം വാ അടപ്പിച്ച് മിണ്ടാണ്ടിരിപ്പിക്കാൻ എവിന് കൊടുക്കേണ്ട ഒരു ഫുഡ് ഐറ്റം, അതായത് ഫേവറേറ്റ് ഫുഡ് ആയിരിക്കും. ഇത് കൊടുത്താൽ അവൻ കുറച്ചു നേരം അതും നുണഞ്ഞോണ്ട് അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നൊരു സാധനം. അയ്യോ ഇവിടെ ആരാ കെവിനെ ഇത് പറയണം. തെറ്റിദ്ധരിച്ചാരും വായിക്കല്ലേ. കണ്ടിട്ട് തീരുമാനിക്കാം. റെഡിയാണോ? ഇല്ല എനിക്ക് ഇഷ്ടങ്ങളാണ് ഒത്തിരി ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ട് വായിലൊരു സാധനം വരുന്നത്. ഓക്കെ റെഡി, കാണിച്ചോ. തൈര്.
തൈരോ ആ ശരിയാ. ആ ഓക്കെ. തൈര് അത് കെവിന് നിന്ന് വായിച്ചു അയ്യോ തരോ? ഞാൻ ഇടാൻ മലയാളം അറിയത്തില്ല. തയ്യെന്ന് ഇടാൻ മറന്നു. ഓക്കെ, തൈര് അല്ല തൈര് പഞ്ചസാര കലക്കി കുടിക്കാനല്ല. ലസ്സി ആ അത് ആ ഓക്കെ. എന്താ നീ എഴുതിയത്? ഞാൻ ദോശയോ? ദോശ ഏത് ടൈപ്പിൽ വന്നാലും ആ, ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കെവിന് ഇഷ്ടപ്പെട്ട ഏതാ? എനിക്കോ? ആ എനിക്ക് അങ്ങനൊന്നുമില്ല. ഇവന് പിന്നെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടാ. എനിക്ക് എന്തെന്നാലും കഴിച്ചോളും. ആ പിന്നെ ഇവന് ഇവന് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങിന്റെ എന്ത് കൊടുത്താലും കഴിക്കും. എനിക്ക് തോന്നുന്നു ഇത്രയും നേരം നിങ്ങൾ തമ്മിൽ കറക്റ്റ് ഒന്ന് മാച്ച് ആയി വന്ന 2 ആൻസേഴ്സ് ആണ്. അതെ, ബാക്കിയെല്ലാം ഡിഫറെന്റ് അല്ലേ? ഒത്തിരിമയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കെവിന് പൊസസീവ്നെസ് ഉണ്ടെന്ന് മനസ്സിലായ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ തമ്മിലുള്ള പൊസസീവ്നെസ് ആട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അതായത് ഇപ്പൊ എനിക്ക് വേറൊരുത്തനോട് കൂടുതൽ സംസാരം അല്ലെങ്കിൽ കൂടുതൽ കമ്പനി ആകുമ്പോഴത്തേക്ക് പൊസസീവ് അടിക്കാറുണ്ടോ? അങ്ങനെ അത് വേണം ഒറ്റയടിക്ക് മുഖത്ത് നോക്കി ഞാൻ പറയാം. ഇല്ല, അങ്ങനെ ഇല്ല. ഇല്ല, ആരോടും പൊസസീവ്നെസ് ഇല്ല. ഇല്ല. ആരോട് വന്നു എനിക്ക് ഇവനോട് എന്തിന്? എനിക്കോ? ഇല്ല, ഇല്ല. ഇവന് സംസാരിക്കാൻ പിന്നെ ഞാൻ ഇവനെ കൂട്ടിയിട്ട് വളർത്തില്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇവൻ മിണ്ടണ്ടടുത്ത് ഇല്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്തോ എഴുതി ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അതാ ഞാൻ മുഖത്ത് നോക്കി വേണം പറയാൻ. ഞാനും ഒന്നും ഇല്ലാന്ന് എഴുതാൻ വന്നത്. ബാക്കിയപ്പോ മലയാളം എഴുതല്ലേ ഒന്നുമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പൊസസീവ്നെസ്സും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കെന്നല്ലേ? എനിക്കില്ല. ഓക്കെ, എനിക്കില്ല. ഇത് അടുത്ത ക്വസ്റ്റ്യൻ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. എവിന്റെ ഗേൾ ഫ്രണ്ട് കൊടുത്ത് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് അത് പറയും. നമ്മളിന്ന് പൊളിക്കും. ഹൈപ്പ് കയറ്റി കിട്ടോ കേട്ടോ. അങ്ങോട്ടൊക്കെ പോകണ്ട. അവൻ ചിരിക്കുന്നു. എന്തോ കോമഡിയൊക്കെ എഴുതി വെക്കണതൊന്ന് ഉള്ളത് തന്നെയല്ലേ? ഉള്ളത് തന്നെയല്ലേ? ഇപ്പൊ ഉള്ളത് കാണിക്കാം. ശരി, ഓക്കെ. ഇവിടെ ഇത്രമാത്രം ഗിഫ്റ്റ്സാ? അതൊക്കെ ഉണ്ട്. ഗേൾഫ്രണ്ട് ഇല്ല, അങ്ങനെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് എഴുതാനാണ് ഇത്ര സമയം? നിങ്ങൾക്കൊരു ഹൈപ്പ് വന്നില്ലേ? ഹൈപ്പ് വന്നു. ത്രില്ലായില്ലേ? ഇതൊരുമാതിരി എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്. ഈ പറഞ്ഞ പോലെ ടിവിയിലും ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാന്ന് പറഞ്ഞ രണ്ടുപേർക്കും എനിക്കില്ല. വീട്ടിലിരിക്കുന്നുണ്ടായിരിക്കും. അല്ലല്ല, അപ്പനും അമ്മയും കേൾക്കുന്ന നമുക്ക് വെളിയിരുന്ന് സംസാരിക്കാം. സത്യം പറ. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഇല്ല ഏട്ടാ, സത്യമായിട്ടില്ലേ? ഇതുവരെ ഒരു മെസ്സേജ് പോലും, ഒരു ലവ് ലെറ്റർ ഞാൻ ചോദിക്കുന്നില്ല. ലവ് ലെറ്റർ ഒന്നുമില്ല. മെസ്സേജ് ഒക്കെ വന്നിട്ടൊക്കെ എന്ത് ഹായ് എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ആർക്കും നിങ്ങളുടെ ഇല്ല. ഈ ഇൻസ്റ്റയില് റിക്വസ്റ്റില് ഒത്തിരി ഒന്നും ഇല്ല. 2-3 വല്ലതും വന്നാലേ ചേട്ടൻ പ്രപ്പോസൽ ഒന്നും വന്നിട്ടില്ല. അല്ല, അങ്ങനെ ഇൻസ്റ്റയില് വന്നത് അതെങ്കിലും പറഞ്ഞു. ഞാൻ അത് അങ്ങനെ വായിക്കാനൊന്നുമില്ല. ചേട്ടാ പരിപാടിയല്ല, ആദ്യമേ ഫാൻ ഇതാന്നൊക്കെ പറയും. ചേട്ടനെ എനിക്ക് ഇഷ്ടമാന്ന് പറയും. അത് കൂടുതലും ഞാൻ എടുത്തു നോക്കത്തില്ല, എന്റെ കൂട്ടുകാരന്മാർക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ആണോ? വിഷമമുണ്ടോ എന്റെ? പിന്നെ അവന്മാർക്ക് മിക്കപ്പോഴും എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇതിന്റെ എനിക്കറിയത്തില്ല. ഇവന്റെ ഒക്കെ പേര് പറഞ്ഞ അവന്മാര് ചാറ്റ് ചെയ്യും. അവന്മാര് പിന്നെ അങ്ങ് ചാറ്റാ. നിങ്ങൾ പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? അല്ല, ആ പ്രൊഫൈലിൽ അതായത് ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ലിസ്റ്റ്, ഫോളോ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോ കാണുമല്ലോ. ചിലപ്പോ ഏതെങ്കിലും എടുത്ത അവന്മാരത്ത് ചോദിക്കും, അറിയാവോ, ഫ്രണ്ടാണോ? ഞങ്ങളുടെ ഫ്രണ്ടാ, എപ്പോഴും കാണാറുണ്ട് എന്നും പറഞ്ഞ് ഇവന്മാര് പിന്നെ അങ്ങ് തുടങ്ങും. ഇവന്മാര് ചാറ്റെല്ലാം എനിക്കിങ്ങനെ അയച്ചു തരും. അമ്മമാര് ഞങ്ങക്ക് വന്ന് നന്ദിയൊക്കെ പറയും. നീയൊക്കെ കാരണം കുറച്ചുകൂടെ ഒന്ന് ഇവിടെ ചോദിച്ചാൽ മതി. ഇവരൊക്കെ പറഞ്ഞുതരും. ഭയങ്കര കില്ലാടികളാണ് ഈ പരിപാടിയില്. ക്യാമറയുടെ പറയിരിക്കുന്നതാണ് 10 തലയാ. 10 തലയാ. ഓക്കെ, അപ്പൊ അത് എനിക്ക് വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ വിചാരിച്ചു ഗേൾഫ്രണ്ട്സിന്റെ പേരൊക്കെ ഇങ്ങനെ നമുക്ക് അടുത്ത ഇന്റർവ്യൂവിന് നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റണം. പേര് ഉൾപ്പെടെ നമുക്ക് പേര് വേണ്ട, നമുക്ക് ഗിഫ്റ്റ് എങ്കിലും എഴുതാം. 2026 ജനുവരി ആ മാസത്തിൽ പരീക്ഷ. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് +2 മാർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമ്മർ വെക്കേഷൻ വിളിക്കാം. അല്ലെ, കഴിയാൻ പോവാ. ഓക്കെ, ഇനിയിപ്പോ കോളേജിലോട്ടൊക്കെ അല്ലേ പോകുന്നത്? നിങ്ങൾ കോളേജിൽ കയറി ചെല്ലുമ്പോഴേ അവിടുത്തെ തരങ്ങളായിരിക്കും തോന്നും. എല്ലാവരും നിങ്ങളെ കണ്ടു മനസ്സിലാക്കും. അത്യാവശ്യം പെൺകുട്ടികളുടെ ഫോളോയിങ്സ് ഒക്കെ ഉണ്ടാവും. നാക്ക് പൊന്നാവട്ടെ.
താങ്ക് യു. ഓക്കെ, അപ്പോ നിങ്ങൾ രണ്ടുപേരിൽ ചോക്ലേറ്റ്സ് മോഷ്ടിച്ച ചരിത്രം ആർക്കാനുള്ളത്? ഓക്കെ, എഴുതി നോട്ടെ. ആരെയാ? രണ്ടുപേരും. ഇവ ചോക്ലേറ്റ് ഒന്നല്ല, എല്ലാം മൂട്ടിക്കും. പിന്നെ ഒരിക്കൽ ഏതൊരു ബിസ്ക്കറ്റ് എന്നിട്ട് ഉറുമ്പ് അടിച്ച് ഇവിടെ ഉയർത്തിരിക്കുകയായിരുന്നു. മോട്ടിച്ച അങ്ങനല്ല. ഞാൻ ചോദിക്കാതെ ഇല്ല, കട്ട് തിന്നുന്ന വെച്ചാൽ എല്ലാരും ഉറങ്ങി കഴിയുമ്പോ എടുക്കുന്ന ആ കട്ട് തിന്നുന്ന. ഞാൻ ആരും ഇല്ലേലും കട്ട് തിന്നുന്ന തന്നെയാടാ. ആരും വല്ലപ്പോഴും പോയി കട്ട് തിന്നും. ഇപ്പൊ അങ്ങനെ കട്ട് തിന്നത്തൊന്നും ഇല്ല. ഞാൻ നേരിട്ട് പോയി അല്ലാതെ എടുത്ത വഴക്ക് പറയോ? എടാ ഇന്ന് കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ കക്കേണ്ട ആവശ്യം നമുക്ക് ബേസിക്കലി വരുന്നില്ല. ഞാൻ 8-ലൊക്കെ ഇവന്റെ കണ്ണ് വെട്ടിച്ച് നീ കട്ട് തിന്നുമായിരിക്കും. ഞങ്ങള് രണ്ടും കക്ക് വരുന്നു. പണ്ട് പഞ്ചസാര കട്ട് തിന്നുമായിരുന്നു. പണ്ടെന്ന് വെച്ചാ 4 വർഷം എങ്ങനെ ആയിട്ടുള്ള അമ്മ വരുന്നുണ്ടോ നോക്കും. ഞാൻ ഈ വാതക്കെ ഇങ്ങനെ നോക്കും. 8-7 പഠിക്കുന്ന സമയത്ത് രസാ, ഭയങ്കര രസാ. എന്നിട്ട് ഞാൻ പോയി കഴിക്കുമ്പോ ഇവൻ വന്ന് നോക്കും. അതുണ്ട്. അത് ബൂസ്റ്റ് ഹോർലിക്സ് കട്ട് തിന്നും. പഞ്ചസാരയായിരുന്നു പണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ പഞ്ചസാര കഴിച്ചാ ക്യാൻസർ ഇതൊക്കെ കണ്ടപ്പോ പേടിയായിപ്പോയി. ഇപ്പൊ ഷുഗർ കട്ടാണോ? ഷുഗർ കട്ടൊന്നും അല്ല. ഷുഗർ കട്ടാണ് പിന്നെ ഞാൻ ഷുഗർ കട്ടില്ല, നമ്മള് പഞ്ചാര കട്ട് ഷുഗർ കട്ട് വായുവിൽ ഉറങ്ങി തരും. ഷുഗർ കട്ട് ചെയ്താ. ഓക്കെ, ശരി. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ആണോ? നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളത് ആരാണ്? അത് അങ്ങനെ ചോദിച്ചാ എന്റെ മനസ്സിലൊരു ഉത്തരവുണ്ട്, നോക്കട്ടെ ശരിയാണോ. ബ്യൂട്ടി കോൺഷ്യസ് അല്ല. എന്നാലും രണ്ടുപേരും എന്റെ മനസ്സിലും എവിനായിരുന്നു. അല്ല, ഞാൻ ഇപ്പൊ ഇവൻ ഇപ്പോഴും പറയാം ഇവന് കഷണ്ടിയായിരുന്നു. അതെ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. ഞാൻ അങ്ങനെയൊന്നും പറയട്ടൊന്നുമില്ല, പോടാ അവിടുന്ന്. ഇവൻ ഭയങ്കര ഇതാ. നീ ഭയങ്കര ഇതാ. ഇവൻ അതായത് എപ്പോ നോക്കിയാലും പിള്ളേർക്ക് നോക്കാൻ മുടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കെല്ലാം നോക്കാം. അല്ല, ചീകി ഒന്ന് സെറ്റ് ആവാൻ എന്ന് പറയുന്ന മുടിയാ. സ്കിന്ന് നോക്കാം, ഹെയർ നോക്കാം, പക്ഷെ ബേസിക് ആയിട്ട് ആമ്പിള്ളേര് മുടിയാണ് അമ്മമാരെല്ലാം. അതില്ലാത്തവർക്ക് പിന്നെ ബാക്കി അതാ, അതില്ലെങ്കിൽ ഒരു ഞാൻ അത്ര വലിയ. സത്യം പറ, ശരിക്കും ആരാണ് ബ്യൂട്ടി കോൺഷ്യസ്? എന്നെക്കാളും കൂടുതൽ. അല്ല, ഞാൻ ഡ്രസ്സിൽ ഭയങ്കര. അതൊക്കെ നമുക്ക് ബ്യൂട്ടിയില് നീ എന്താ ഇങ്ങനെ? ഞാൻ അങ്ങനെ വലിയ മറ്റേ വീട്ടിൽ വന്നിട്ട് നമുക്ക് മറ്റേ തൈര് മാവൊക്കെ എടുത്ത്. അല്ല, അതില്ല, ആ പരിപാടിയില്ല. ഞാൻ വെളിയിൽ പോകുമ്പോ ഇവൻ ചോദിക്കും നീ എന്താ ഇങ്ങനെ. തിരിച്ചല്ലേ ചോദിക്കണ്ടേ? ഈ പ്രായത്തിൽ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. അതെ, അങ്ങനെ ചെയ്യണം. സ്പ്രേ ഒക്കെ അടിക്കുന്നതിന് നീ എന്തിനാണ് ഇത്ര സ്പ്രേ അടിക്കുന്നത്? അത് ഈ അറ്റം വരെ മണം വരും. അത്രയ്ക്കും ഇല്ല. നിന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല അവനെ അല്ല ചെയ്യുന്നത്. നിന്നെ ഉദ്ദേശിച്ചിട്ടല്ല അവൻ സ്പ്രേ അടിക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ ഏത് ഉടുപ്പിടണമെന്ന് പോലും ഇവന് വലിയ ധാരണയില്ല. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടാ പോലും. ഞാൻ അങ്ങനെ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന അങ്ങനൊന്നുമില്ല. ഞാൻ ചുമ്മാ എനിക്കിഷ്ടം ഉടുപ്പ്, ഇങ്ങനെ എന്തേലും ഉടുപ്പ്, ഷൂസ് ഒക്കെ ഞാൻ ഏതായാലും ഒന്ന് ഇട്ടോണ്ട് പോകും. ഞാൻ വലിയ പരിപാടി നമ്മളല്ലേ. അതെ, ഓക്കെ, എനിക്ക് അതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ അപ്പൊ നിങ്ങള് മൊത്തത്തില് ഞാൻ പറഞ്ഞുതരാം, ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ഒരുപോലെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു അര തന്നൂടെ? രണ്ട് കള്ളത്തരം കാണിച്ചവിടെ. നീ 2 എഴുതി. ഓക്കെ, അല്ല എന്താ സമ്മാനം എന്താ? അത് ലാസ്റ്റ് വരുമായിരിക്കും. വരൂലേ? വരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ സെഗ്മെന്റ് വളരെ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓക്കെ,